വന്യമൃഗ ശല്യത്തിൽ വലഞ്ഞ പത്തനംതിട്ട കൊക്കാത്തോട്ടുകാരുടെ ദുരിത ജീവിതത്തിന് അറുതിയാകുന്നു എന്ന ആശ്വാസകരമായ വാർത്ത പത്തനംതിട്ടയിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. 2 കൊല്ലമായി ചുവപ്പുനാടയിൽ കുരുങ്ങിക്കിടന്ന ഭൂമി ഏറ്റെടുക്കൽ പദ്ധതി ഒടുവിൽ വനംവകുപ്പ് ചീഫ് കൺസർവേറ്റർ അംഗീകരിച്ചു എന്ന നല്ല വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. 52 കുടുംബങ്ങൾ നേരിടുന്ന ഈ ദുരിതം പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടിയിലൂടെ 24 പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ അതിന് ഓർഡർ ആയിരിക്കുന്നു 24 ഇമ്പാക്ട്. പത്തനംതിട്ട കോന്നി അപ്പുപ്പൻതോട്ടിലെ നിസ്സഹായരായ മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ക്യാമറ ചലിപ്പിക്കുന്നത്. വന്യമൃഗ ശല്യം കൊണ്ടും യാത്രാക്ലേശം കൊണ്ടും ബുദ്ധിമുട്ടുന്ന ഇവിടുത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്ന് സർക്കാരിന് അപേക്ഷ കൊടുത്തിട്ട് കുറേ കാലമായി, വർഷങ്ങളായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 64 കുടുംബങ്ങളാണ് മനമടക്കിൽ നിന്ന് താഴേക്ക് മാറി താമസിക്കാൻ സർക്കാരിന്റെ മുന്നിൽ കൈകുപ്പി നിൽക്കുന്നത്. ഈ വാർത്തയ്ക്ക് ശേഷവും അനിഷ്ട സംഭവങ്ങളുണ്ടായി. കാട്ടാനിറങ്ങി ഒരു വീട് പൂർണ്ണമായി തകർത്തു. വയോധികനായ ഒരാൾ മാത്രം താമസിക്കുന്ന വീട്ടിലന്ന് അദ്ദേഹം ഉണ്ടാകാതിരുന്നതിനാൽ ജീവൻ നഷ്ടമായില്ല. ഏറ്റവും ഒടുവിൽ അപ്പൂപ്പൻ തൊട്ടുകാരുടെ ജീവിത സമരത്തിന് പ്രാഥമിക വിജയം. 64 കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമില്ലെന്ന് വനം വകുപ്പ് ചീഫ് കൺസർവേറ്റർ റിപ്പോർട്ട് എഴുതി. 24 എന്ന് പറയുന്ന ചാനല് ഞങ്ങളുടെ ഈ ദുരിതാവസ്ഥകളൊക്കെ ഇവിടെ പുറംലോകമായിട്ട് അറിയിക്കാനും ഞങ്ങളുടെ ഈ പ്രദേശത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കത് ഈ ചാനലാണ് ഇതിന് വളരെ ഉപകാരപ്രദമായത്. ഈ 24-നോടുള്ള നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുകയാണ്. ഇനി വനം, റവന്യൂ വകുപ്പുകളുടെ മറ്റു നടപടികൾ വേഗത്തിലാക്കിയാൽ കാടിനോട് ചേർന്ന ഭൂമികളിൽ നിന്ന് മലയിറങ്ങി അപ്പൂപ്പൻ തോട്ടുകാർക്ക് പുതുതായി കിട്ടുന്ന സ്ഥലത്ത് ജീവിതം തുടങ്ങാം. മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണ്. ഇനിയും ചുവപ്പുനാടയിൽ അപ്പൂപ്പൻ തൊട്ടുകാരുടെ ജീവിതം കുരുങ്ങിക്കിടക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അനുയോജ്യമായ വാസസ്ഥലം അവർക്ക് കണ്ടെത്തിക്കൊടുത്തേ മതിയാകൂ. അതിലേക്കുള്ള നാന്ദി കുറിക്കലാകട്ടെ CCFന്റെ ഈ റിപ്പോർട്ട്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. നമുക്ക് വളരെ സന്തോഷവും അഭിമാനവും തരുന്ന ഒരു വാർത്തയാണ് കേട്ടത്. എന്തായാലും അവരുടെ വന്യജീവി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ ഈ ഏതാണ്ടൊരു 52 കുടുംബങ്ങൾക്ക് ആശ്വാസമായി എന്ന വാർത്ത വരുമ്പോൾ അവരെക്കാളും നമുക്കാണ് സന്തോഷം. കാര്യം നമ്മളൊരു വാർത്ത ഈ ഒരു മാറ്റം അവിടെ കൊണ്ടുവരാൻ സഹായിച്ചല്ലോ എന്നുള്ള കാര്യം. 24ന്റെ ശക്തമായ ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായി എന്ന് പ്രേക്ഷകർക്കറിയാം. എന്തായാലും 52 കുടുംബങ്ങൾക്ക് സമാധാനം നയിച്ചു നിൽക്കുമ്പോഴാണ് ഈ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. എന്തായാലും അവർക്ക് ഇതിലൂടെ ഒരു പുതിയ ജീവിതം കിട്ടുമെന്നാണ് നമ്മുടെ വിശ്വാസം. കൊക്കാത്തോട്ടിലെ ഏതാണ്ട് 52 കുടുംബങ്ങൾക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. അതോടൊപ്പം ഇവരുടെ പ്രതികരണങ്ങൾ കൂടി നമുക്കിപ്പോൾ കേൾക്കാം. എന്താണ് സംഭവിച്ചെന്ന് അവരുടെ നാവിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഈ പദ്ധതിയുടെ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് വളരെ സന്തോഷമുണ്ട്. ഈ പദ്ധതി പൂർത്തീകരണത്തിലെത്തുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആനശല്യം കൊണ്ട് കിടന്നുറങ്ങാനും മൃഗങ്ങളുടെ ശല്യം കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് ജീവിതം. അത് കിട്ടുന്നവരെ ഞങ്ങൾക്ക് വെപ്രാള സന്തോഷമുണ്ട്. എന്നാൽ അത് ഞങ്ങളുടെ കൈ കിട്ടുന്നവരെ ഞങ്ങൾക്കൊരു വിഷമമുണ്ട്. RKDP പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അവസാന ഘട്ടം മുന്നോട്ട് പോകുകയാണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് ഡിപ്പാർട്ട്മെന്റിനും ചാനലിനോടും നന്ദി ഞങ്ങളുടെ കടപ്പാടും അറിയിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.